ഇൻസ്റ്റാഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സിനെ കൂട്ടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരല്ലേ? എങ്കിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ്, ലൈക്സ്, വ്യൂസ് എല്ലാം കൂട്ടാൻ സാധിക്കുന്ന ഒരു അടിപൊളി കേരളക്കാരിറക്കിയ സൂപ്പർ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് എഴുതിയിടുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുന്നതാണ്. പലരും ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ചുമ്മാനെ നമ്മളൊരു 100% നല്ല പോസിറ്റീവ് കമൻറ്റ് അല്ല 99% പോസിറ്റീവ് കമൻറ്റ് വന്നാൽ വേറെ 1% ആൾക്കാരൊക്കെ ഉള്ളൂ. വെറുതെ അതും അമ്മമാർക്കൊന്നും അറിയത്തില്ല, അമ്മമാർ വെറുതെ പൊട്ടന്മാർ വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ കാര്യമാക്കുന്നില്ല. എന്തായാലും നമുക്ക് ആ ഒരു ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് കടക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചന്മാരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് ഫോളോവേഴ്സ് വാങ്ങാൻ പറ്റുന്നുള്ളതാണ്. 1 രൂപ, 2 രൂപ, 3 രൂപ, അതേപോലെ തന്നെ 10 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ, 1000 രൂപ വരെ കൊടുത്ത് നമുക്ക് ഫോളോവേഴ്സ് വാങ്ങാം. നമ്മൾ പൈസ എത്ര കൂട്ടി കൊടുക്കുന്നു അതിനനുസരിച്ച് കൂടുതൽ ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തരുമെന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് മാത്രമല്ല ലൈക്സ്, വ്യൂസ് എല്ലാം കൂട്ടാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഈ ഒരു വെബ്സൈറ്റ് ഏതാണ്? കേരളക്കാരിറക്കിയ ഒരു മാസ് വെബ്സൈറ്റാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാട് ലാഗൊന്നും ആക്കുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തോ, കൂടെ കൂടിക്കോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ താണ്ട വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് keralabooster.com. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ് മച്ചാമാരെ. ഓക്കെ, വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ വന്നിട്ട് ഇവിടെ ഏറ്റവും താഴെ തന്നെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ട് മച്ചാൻ. അതാണ് ഇവിടെ കണ്ട ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും മച്ചാന്മാരെ. ഇതേപോലെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ കണ്ട നെയിം, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, അതായത് മേളിൽ പാസ്വേഡ് എന്നുള്ള ബോക്സില്ല അവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിലോട്ട് അടിക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്തിട്ട് ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്തിട്ട് സൈനപ്പ് കൊടുക്കുക. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ചെയ്യാണ്. ഓക്കെ, ചെയ്യട്ടെ. വളരെ സിമ്പിളാണ് മച്ചാന്മാരെ. എല്ലാവരും ലൈക്ക് അടിക്കണം, വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരുപാട് ഫോളോവേഴ്സ് കൂട്ടുന്ന വെബ്സൈറ്റിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് ഒരുപാട് അങ്ങനെ ഒത്തിരി കൂട്ടാൻ പറ്റില്ല. നമുക്ക് അതിന് ലിമിറ്റേഷൻ ഉണ്ട് ഒരുപാട്. പക്ഷേ ഈ സൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 1 മില്യൺ ഫോളോവേഴ്സ് വേണം, 10 ലക്ഷം ഫോളോവേഴ്സ് വേണം, 1000 വേണം, 2000 വേണം, 3000 വേണം, എത്ര വേണമെങ്കിലും കൂട്ടാം. നിങ്ങൾക്ക് 1 രൂപയ്ക്കും കൂട്ടാം, 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ കൂട്ടാം. അതിനനുസരിച്ചുള്ള ഫോളോവേഴ്സ് കിട്ടുന്നുള്ളൂ. തോനെ ഫണ്ട് കൊടുക്കുമ്പോൾ തോനെ ഫോളോവേഴ്സ് കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പരിചയപ്പെടാം. അപ്പം നമ്മളുടെ നെയിമാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ പേര് എൻ്റർ ചെയ്യുന്നു, അമൽ കൃഷ്ണൻ. ഓക്കെ, രണ്ടാമത് ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുകയാണ് ഗൈസ്. അമൽ കൃഷ്ണൻ. ഓക്കെ, 2025/8@gmail.com. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുന്നു. ശേഷം ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തല്ലോ. ഇനി താഴെ ഒരു കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അവിടെ എന്താണ് എൻ്റർ ചെയ്യേണ്ടത്? മേളിൽ പാസ്വേഡിൽ എന്താണോ നിങ്ങൾ കൊടുത്തത് അതേ പാസ്വേഡ് തന്നെയാണ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചോദിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്താണ് ഏറ്റവും താഴെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. വാട്സാപ്പ് നമ്പർ കൊടുക്കണമെന്നില്ല, വെറും ഓപ്ഷനിലാണ്, അത് കൊടുക്കണമെന്നില്ല, കൊടുക്കുന്നവർക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ. അപ്പോൾ ടിക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഏറ്റവും താഴെ തന്നെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിനോടൊപ്പം തന്നെ നമുക്കിവിടെ അക്കൗണ്ട് റെഡിയാവും ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ അക്കൗണ്ട് റെഡിയായി. അതിനുശേഷം നിങ്ങൾ ഏറ്റവും മേളിൽ തന്നെ സേവ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക പാസ്വേഡ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വെബ്സൈറ്റിൽ വരുമ്പം നിങ്ങൾക്ക് പാസ്വേഡ് ഒന്നും ഓർത്ത് വെക്കേണ്ട, നിങ്ങൾക്ക് തന്നെ ലോഗിൻ ആക്കാൻ പറ്റും സേവ് ആക്കി ഇട്ടിരുന്നു കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തുവാണെന്ന് വെച്ചാൽ, ഇനി ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫോളോവേഴ്സിനെ വാങ്ങാമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ വെബ്സൈറ്റ് നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലിടാം. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് തെരഞ്ഞു പിടിച്ച് വരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ആപ്പായിട്ട് ഇടാൻ പറ്റും. അതെങ്ങനെ ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മേളിൽ തന്നെ 3 ഡോട്ട് ഉണ്ടല്ലോ, നമ്മുടെ ക്രോമിൻ്റെ മേളിൽ 3 ഡോട്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ താഴെ ആഡ് ടു ഹോം സ്ക്രീൻ കണ്ടോ, ആഡ് ടു ഹോം സ്ക്രീൻ. ഓക്കെ, ഈ ഒരു ആഡ് ടു ഹോം സ്ക്രീനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരും ഗൈസ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമ്മളുടെ ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആടെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ആടെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണുക. ആടെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിച്ചാൽ കണ്ടോ, ഇവിടെ വന്ന് കിടക്കുന്നുണ്ടോ,
കണ്ടോ? അപ്പം നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തേ, അപ്പം നമ്മുടെ ആ സൈറ്റിലോട്ട് ലോഡായി കയറി വരും. അപ്പം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഓർഡർ ചെയ്യാൻ തോന്നുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കയറി വരാം ഗൈസ്. ഓക്കെ, അപ്പം ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ ഫോളോസും ലൈക്സും വ്യൂസും ഒക്കെ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ റെഡിയായി. നമുക്കിവിടെ ഏറ്റവും മേളിൽ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ബാലൻസ് വെറും 0 രൂപയാണ്. അവിടെ ഫണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിൽ നിന്ന് ഫോളോസ് ലൈക്സ് ഒക്കെ കൂട്ടാൻ പറ്റൂ. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കണ്ട കറന്റ് ബാലൻസ് 0 ആണ്. ഓക്കെ, അതൊക്കെ വിട്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരണം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സർവീസ് എന്നുണ്ട്. സർവീസ് എന്ന് എഴുതിയിരിക്കുന്ന താഴെ പാക്കേജ് എന്നുണ്ട്. ഓക്കെ, അതായത് പാക്കേജ് എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സർവീസ് എന്താണ് മേളിൽ കിടക്കുന്ന സർവീസ് എന്താണ്? ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അല്ലേ മേളിൽ കിടക്കുന്നത്? കണ്ടോ, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അല്ലേ മേളിൽ കിടക്കുന്നത്? അപ്പോൾ ഇൻസ്റ്റാഗ്രാം സർവീസിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ പാക്കേജിൽ എന്താണ് കിടക്കുന്നത്? ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഈ സർവീസ് എന്നുള്ളിടത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തേ. ഞാൻ കണ്ട ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്? ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കാണാം, ഇൻസ്റ്റാഗ്രാം ലൈക്സ് കാണാം, ഇൻസ്റ്റാഗ്രാം വ്യൂസ് കാണാം, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് വരെ കാണാം. അപ്പോൾ നമുക്കിവിടെ എന്താണോ കൂട്ടേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ലൈക്സ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലൈക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ കൂട്ടാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് എന്താണ് താഴോട്ട് നീക്കി വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 1000 ഫോളോസിന് 399 രൂപയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് 1000 ഫോളോസ് അല്ല 500 വേണമെങ്കിൽ കൂട്ടാം, 100 വേണമെങ്കിൽ കൂട്ടാം, 300 വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ അതിനൊക്കെ കുറഞ്ഞ പൈസ വരുന്നുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്കത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് എന്നുള്ള ബോക്സിനകത്ത് ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്തെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്താൽ മതി. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഫോളോവേഴ്സ് കയറൂ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. ലിങ്ക് അതായത് ഇവിടെ ലിങ്ക് അല്ലേ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് ഫോളോസിനെ കൂട്ടേണ്ടത് ആ അക്കൗണ്ടിൻ്റെ ലിങ്കാണ് ചോദിക്കുന്നത്. ലിങ്ക് കൊടുക്കണമെന്നില്ല, അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. അപ്പം ഞാനിവിടെ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു മച്ചന്മാരെ. അതിനുശേഷം ഞാനിവിടെ ക്വാണ്ടിറ്റി എന്നുള്ള ബോക്സിനകത്ത് എത്ര ഫോളോവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 100 ഫോളോസിന് എത്രയാണ്? 100 ഫോളോസിന് വെറും 39 രൂപയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് വരെയൊക്കെ കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ 1000 ഫോളോസിന് എത്രയാണ്? 500 ഫോളോസിന് എത്രയാണ്? 199 രൂപ. താഴെ കാണിക്കുന്നുണ്ട്, താഴെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 1000 ഫോളോസിന് എത്ര ആണെന്ന് നമുക്കൊന്ന് നോക്കാവേ. 1 മിനിറ്റ്. 1000 ഫോളോസ് ഞാനിവിടെ 1000 എന്ന് എൻ്റർ ചെയ്യാണ്. 1000 ഫോളോസിന് 399 രൂപ. മച്ചന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം 399 അല്ലേ കിടക്കുന്നത്. ചില സമയത്ത് ഒരു ഓഫർ വരുമ്പോൾ ചില സമയത്ത് ഇത് 280 ഒക്കെ ആവും 1000 ഫോളോസിന്. ഇപ്പം 399, ചില സമയത്ത് 280 ആവും, ചില സമയത്ത് 399 മേളിലാവും. അങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് കുറവൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ വരും. അപ്പം അത് ഓഫർ കൂടും കുറയും അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കിതിലേക്ക് ഫണ്ട് ആഡ് ചെയ്താലേ ഇതെല്ലാം കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യാന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് മേളോട്ട് നീക്കി വരിക. മേളോട്ട് നീക്കി വന്നിട്ട് എന്താണ് ഇവിടെ ഡെപ്പോസിറ്റ് നൗ എന്നുണ്ട്. ഓക്കെ, ഡെപ്പോസിറ്റ് നൗ. ഓക്കെ, ഈ ഡെപ്പോസിറ്റ് നൗവിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മച്ചന്മാരെ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ ഉപയോഗിച്ച് ഫണ്ട് ആഡ് ചെയ്യാം. ഞാനതങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് താപ്പോട്ട് നീക്കിയിട്ട് ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഹൗ ടു ആഡ് ഫണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. കാരണം നിങ്ങൾ ഈ വീഡിയോ കുറേ നാൾ കഴിഞ്ഞിട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്ന രീതി വേറെ രീതിയിലായിരിക്കാം. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രം ഫണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ QR പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു QR കണ്ട താഴെ കാണുന്നത് ആ QR ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം മച്ചന്മാരെ. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. ഓക്കെ, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഫോൺ പേയോ പേടിഎമ്മോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഞാനിവിടെ ഫോൺ പേ ആണ് സെലക്ട് ചെയ്യുന്നത്. ഫോൺ പേ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ലോക്ക് അടിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്കാനർ ഓപ്പൺ ചെയ്യുക. സ്കാനറൊക്കെ എവിടെയാണെന്ന് അറിയാമല്ലോ, എല്ലാം അഡ്വാൻസ്ഡ് ആണ്. തന്നെ ഇവിടെ സ്കാനർ ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മച്ചന്മാരെ ഇവിടെ അപ്ലോഡ് QR എന്നുണ്ട്. അപ്ലോഡ് QR, ജസ്റ്റ് അപ്ലോഡ് QRനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് QR ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻഷോട്ട് ഫസ്റ്റ് തന്നെ കിടപ്പുണ്ടല്ലോ, സ്ക്രീൻഷോട്ട് ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്. സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ പേയ്മെൻറ്റ് ആഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സിലേക്ക് എത്തി. ഞാൻ ഇവിടെ 399 രൂപയാണ് ആഡ് ചെയ്യുന്നത്. എനിക്ക് 1000 ഫോളോസ് ആണ് വേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ. 399 എൻ്റർ ചെയ്ത് പ്രൊസീഡ് ടു പേ എന്നുള്ള ഏറ്റവും താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ പേ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ UPI പിൻ എൻ്റർ ചെയ്യുന്നു മച്ചന്മാരെ. അതിനുശേഷം പേ കൊടുക്കുന്നു. അപ്പോൾ പേയ്മെൻറ്റ് ഇപ്പോൾ സക്സസ് ആവുന്നതാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പേയ്മെൻറ്റ് പ്രോസസ്സിങ് അങ്ങനെ സക്സസ്ഫുള്ളായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്?
ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്നുണ്ട്. വ്യൂ ഡീറ്റെയിൽസ് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ UTR ID നമ്മൾ കോപ്പി ചെയ്യണം. എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടത് കാണിച്ചു തരാം. അതിനായിട്ട് താഴെ കണ്ടോ UTR ID കണ്ടോ, ഇതാണ് UTR ID. മേളിൽ കൊടുത്തേക്കുന്ന ട്രാൻസാക്ഷൻ ID അതല്ല നമുക്ക് വേണ്ടത്, UTR ID ആണ് വേണ്ടത്. UTR ID. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കോപ്പി ചെയ്യാം? അതിനായിട്ട് ഏറ്റവും സൈഡിൽ തന്നെ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്. ആ UTR IDയുടെ സൈഡിൽ തന്നെ കോപ്പി ബട്ടൺ ഉണ്ട്. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്യുക കണ്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് വരിക, വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും മേളിൽ കണ്ടോ UPI ട്രാൻസാക്ഷൻ ID കൊടുക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്, ഫസ്റ്റ് ബോക്സ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ UTR ID കൊടുക്കുക ഫോൺ പേയുടെ. ശേഷം താഴത്തെ ബോക്സ് എമൗണ്ട് അടിക്കാൻ നമ്മൾ എത്രയാണ് എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ 399. അപ്പം നമ്മൾ 399 തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അല്ല 400 500 ഒന്നും എൻ്റർ ചെയ്ത് നമ്മൾ എത്രയാണോ പേയ്മെൻറ്റ് ചെയ്ത് അത് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാൻ 399 എൻ്റർ ചെയ്യുന്നു. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? ഫോൺ പേ പേയ്മെൻറ്റ് ചെയ്തു 399, UTR ID കൊടുത്തു, പേയ്മെൻറ്റ് ഇവിടെ എൻ്റർ ചെയ്തു. ഇനി ഇവിടെ പേ എന്നുള്ള ആ ഒരു നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. പേ എന്നുള്ള നീല ബട്ടൺ ക്ലിക്ക് ചെയ്തതിനോടൊപ്പം തന്നെ നമുക്കിവിടെ പേ സക്സസ്ഫുൾ ആയി മച്ചന്മാരെ. അപ്പം നമ്മളിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെന്താണ് ജസ്റ്റ് ഒന്ന് 4 സെക്കൻഡോ 3 സെക്കൻഡോ 2 സെക്കൻഡോ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഓക്കെ, പേയ്മെൻറ്റ് വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഓക്കെ, ഒരു ഫ്യൂ സെക്കൻഡ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം വരും. ഓക്കെ, ലൈവായിട്ട് കാണിച്ചു തരാം ഫണ്ട് വരുന്ന. റീഫ്രഷ് ചെയ്യുകയാണ്. ഓക്കെ, ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുകയാണ്. ഇപ്പോൾ വരും മച്ചന്മാരെ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്തൊന്ന് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ അതിൻ്റെ ഉള്ളിൽ ഇത് വന്നിരിക്കും. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. കാണാൻ സാധിക്കും 399 രൂപ ബാലൻസിൽ വന്നിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, കണ്ടോ ബാലൻസിൽ 399 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തത്. നിങ്ങളിപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ PayTM ഉള്ളെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. താണ്ടെ നമ്മളിപ്പോൾ ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് UTR ID ആണ് കൊടുത്തത്. പേ ചെയ്തിട്ടുള്ള UTR ID അല്ലേ ഫോൺ പേയുടെ നമ്മൾ കൊടുത്തത്. ഗൂഗിൾ പേയുടെ ആണെങ്കിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്, ട്രാൻസാക്ഷൻ ID ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ PayTMൻ്റെ എന്താണ് കൊടുക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് RIS നമ്പർ ID ആണ് PayTMൻ്റെ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഈ സൈറ്റ് ഉപയോഗിക്കാൻ നോക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ജസ്റ്റ് താപ്പോട്ട് വന്നിട്ട് ഈ ഒരു ഫണ്ട് ആഡ് ചെയ്യുന്ന സെക്ഷനിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് താപ്പോട്ട് വന്നിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഫണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഫോളോവേഴ്സിനെ ഓർഡർ ചെയ്യുന്ന ആ ഒരു സെക്ഷനിലേക്ക് കിടക്കാം മച്ചന്മാരെ. അപ്പം ഫോളോവേഴ്സിനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫണ്ടൊക്കെ ആഡ് ആയില്ല. ഇനി നമുക്കിവിടെ കേരള ബൂസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്ന അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് നമ്മൾ ലോഡായി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോളോവേഴ്സിനെ ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോളോവേഴ്സിനെ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് മച്ചന്മാരെ, ഫോളോവേഴ്സിനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. താപ്പോട്ട് നീക്കി വന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് താപ്പോട്ട് നീക്കുക. എന്നിട്ട് ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സിനെ കൂട്ടേണ്ടത് ആ അക്കൗണ്ടിൻ്റെ വെറും യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്കാണ് ഫോളോവേഴ്സിനെ കൂട്ടുന്നത്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. തെറ്റാതെ എൻ്റർ ചെയ്യണം. കറക്റ്റായിട്ട് എൻ്റർ ചെയ്താലേ ഫോളോവേഴ്സ് കയറൂ. അപ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്യുക. ശേഷം ക്വാണ്ടിറ്റി എത്ര ഫോളോവേഴ്സാണ് വേണ്ടത്? എനിക്ക് 1000 ഫോളോവേഴ്സാണ് വേണ്ടത്. 1000 ഫോളോവേഴ്സിന് 399 രൂപയാണ്. നമുക്ക് വേണമെങ്കിൽ 10000 ഫോളോവേഴ്സിന് 3990 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ 1000 എന്ന് എൻ്റർ ചെയ്യുന്നു. 1000 എന്ന് എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും താഴോട്ട് വന്നിട്ട് ഈ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ, ആ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം. ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കാണുന്ന പ്ലേസ് ഓർഡർ എന്ന് എഴുതിയേക്കുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓർഡർ റിസീവ്ഡ് ആയി. അപ്പം നമുക്ക് ദാണ്ട് ഇതേപോലെ ഒരു ഇത് വരും, ഓർഡർ റിസീവ്ഡ്. അതിൻ്റെ അർത്ഥം ഇത് ഓർഡർ സ്റ്റാർട്ടായെന്നാണ്. ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലോ 20 മിനിറ്റിൻ്റെ ഉള്ളിലോ സ്റ്റാർട്ടായി തുടങ്ങും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴോട്ട് ഈ വെബ്സൈറ്റിൻ്റെ താഴോട്ട് നീക്കിപ്പോയാൽ വാട്സാപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരെ. പിന്നെ ഈ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ കയറുന്നതിൻ്റെ പ്രൂഫ് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല മച്ചാന്മാരെ. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇവൻ ഉടായിപ്പോൾ അതുകൊണ്ടാണ് ഇവൻ ഈ ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ ഒന്നും ഈ വീഡിയോയിൽ കാണിക്കാത്തത്. പക്ഷേ അതുകൊണ്ടൊന്നും അല്ല മച്ചാന്മാരെ, എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം കാണിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കി കാണിച്ചാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. എൻ്റെ 2 ചാനൽ പോയതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാറില്ല. അതുകൊണ്ടാണ് ഫോളോവേഴ്സ് 100% ഗ്യാരണ്ടി ഫോളോവേഴ്സ് അടിപൊളിയായിട്ട് വരും. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം മച്ചാന്മാരെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ലൈക്സ് കൂട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം.
നമ്മൾ ഈസ്റ്റ് മേലോട്ട് നീക്കുക. നമ്മുടെ ഫണ്ട് ഇപ്പോൾ 0 ആയി, ബാലൻസ് 0 ആയി. നമ്മൾ ആകെയുള്ള 399,000 ഫോളോസ് ഓർഡർ ചെയ്തല്ലോ, 0 ആയി. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലൈക്സ് എങ്ങനെ ഓർഡർ ചെയ്യാം. ഇവിടെ സർവീസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. സർവീസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇൻസ്റ്റഗ്രാം ലൈക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക മച്ചന്മാരെ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് താപ്പോട്ട് നിൽക്കുമ്പോൾ ഇവിടെ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത്, പോയിട്ട് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊണ്ട് കൊടുക്കരുത് ലൈക്ക് കൂട്ടാൻ നേരത്ത്. ഇൻസ്റ്റഗ്രാമിൽ ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കണം, മനസ്സിലായല്ലേ? അപ്പോൾ ആ ഫോട്ടോയ്ക്ക് ലൈക്ക് കൂടും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഫോട്ടോയുടെ ലൈക്ക് ഹൈഡ് ആക്കി വെച്ചിട്ട് ഓർഡർ ചെയ്യരുത്, ലൈക്ക് പബ്ലിക് ആക്കി വെച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യുക. ചിലവർ ലൈക്ക് ഹൈഡ് ആക്കിയിട്ട് ഓർഡർ ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. ഇതിൽ വന്നിട്ട് നിങ്ങൾ പോസ്റ്റിൻ്റെ ലൈക്ക് വിസിബിൾ ആക്കിയിട്ട് ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വ്യൂസ് എങ്ങനെ അൺലിമിറ്റഡ് ലക്ഷക്കണക്കിന് വ്യൂസ് നമുക്ക് ഓർഡർ ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇൻസ്റ്റഗ്രാം വ്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാം വ്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് എന്നുള്ള ബോക്സ് എന്ത് ലിങ്കാണ് കൊടുക്കേണ്ടത്, ഏത് ഇൻസ്റ്റഗ്രാമിലെ റീലിനാണോ വ്യൂസ് കൂട്ടുന്നത് ആ റീലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക, എന്നിട്ട് ഓർഡർ ചെയ്യുക. ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫോളോവേഴ്സ്, ലൈക്സ്, വ്യൂസ് ഒക്കെ കൂട്ടാൻ സാധിക്കുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള കേരളക്കാർ ഇറക്കിയ വെബ്സൈറ്റാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ നീക്കി വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ നല്ല മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ മച്ചാമാരെ.